ചോർന്നൊലിക്കുന്ന താൽക്കാലിക ഷെഡിൽ ഒരു കുടുംബം ദുരിതജീവിതം നയിക്കുമ്പോഴും ഇവരെ സുരക്ഷിതമായി മാറ്റാൻ തയ്യാറാവാതെ അധികൃതർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്, രാജകുമാരി. CR ആർക്കേഡ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കുമളി റോഡ്, കമ്പം. ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ്, തേനി. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ ഇടപ്പള്ളിക്കുന്നിൽ ജീനയും 3 മക്കളുമാണ് പെരുമഴക്കാലത്തെ അതിജീവിക്കുവാൻ ബുദ്ധിമുട്ടുന്നത്. സമീപത്തെ പാറപ്പുറത്ത് വീഴുന്ന മഴവെള്ളം പൂർണ്ണമായും ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തും. ഏത് നിമിഷവും വീട് നിലംപൊത്തുമെന്ന ആശങ്കയിലാണ് ജീനയുടെയും മക്കളുടെയും ജീവിതം. പാറയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഷീറ്റും പടുതയും മറച്ച വീടിനുള്ളിൽ നിറയും. വെള്ളം കയറുന്ന മുറിയിലാണ് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതും കിടക്കുന്നതും. അതിശക്തമായ കാറ്റ് വീശുന്ന മേഖലയായതിനാൽ വീട് ഏത് നിമിഷവും തകരാൻ സാധ്യതയുണ്ട്. ഞാൻ നെടുങ്കണ്ടം പഞ്ചായത്ത് 4-ാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഇവിടെ ജനിച്ചും വളർന്നതുമല്ല ഇവിടെ തന്നെയാണ്. എനിക്ക് 3 മക്കളുണ്ട്, 2 പെൺമക്കളാണ്, ഒരു ചെറുക്കൻ കൊച്ചു. ഞങ്ങൾക്ക് വീടിൻ്റെ ഇത് ചേച്ചിയുടെ വീടാണ്. എൻ്റെ ഹസ്ബൻഡുമായിട്ട് പിണങ്ങി താമസിച്ചിട്ട് 18 വർഷമായി. ഒരു സഹായവും ഇല്ല. പുള്ളിക്ക് വീടുണ്ട്, പക്ഷെ ഞങ്ങളെ അങ്ങോട്ട് കയറ്റത്തില്ല. അപ്പോൾ ചേച്ചിയുടെ സഹകരണം കൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയുടെ ഒരു വീടും ബാത്റൂമൊന്നുമില്ല, പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് മറച്ച ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഒരു ഇതുമില്ല. ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ സീറ്റെല്ലാം മറന്നു പോവാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. കുടുംബ വീടുമായിട്ട് 5 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്. അത് പഞ്ചായത്തിൻ്റെ വേസ്റ്റ് പ്ലാന്റിൻ്റെ അടിവശത്താണ്. അവിടെ വീട് വെച്ച് താമസിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രോഗിയായ ജീനയ്ക്ക് ജോലിക്ക് പോകാനും സാധിക്കില്ല. മകൻ ലോട്ടറിക്കടയിൽ ജോലി ചെയ്യുന്നത് മാത്രമാണ് 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ വരുമാനം. നിലവിൽ ഇവർ താമസിക്കുന്ന വീട് സ്വന്തമല്ല, സഹോദരിയുടെ ഉടമസ്ഥതയിലുള്ള വീടാണിത്. ലൈഫ് പദ്ധതിയിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അനുവദിച്ചിട്ടില്ല. നെടുങ്കണ്ടം മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം ഇവർക്ക് ഭൂമിയുണ്ടെങ്കിലും ഇവിടം വാസയോഗ്യമല്ല. ഭൂമിയും വാസയോഗ്യമായി വീടും ലഭ്യമാകാൻ അധികൃതർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അതെ, വീടിന്റെ പ്ലാൻ മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നു. ഇന്റീരിയർ അത് ഞാൻ ആരെയും കൈകടത്താൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഇന്റീരിയറാ ഒരു വീടിന്റെ ജീവൻ എന്ന് പറയുന്നത്. അതുമല്ലോ നിനക്കറിയൂ. എന്റെ പപ്പ മമ്മി ഇന്റീരിയർ ഡിസൈൻസിനെ കുറിച്ച് വലിയ ഗവേഷണമൊക്കെ നടത്തി ഏറ്റവും നല്ല ഗ്രൂപ്പിനെ തന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗവേഷണോ? അതെന്തിനാ മമ്മി? നിങ്ങളെ ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോന്നോ? അത് തന്നെ അല്ലായിരുന്നു എന്റെ മനസ്സിലും. വീടുകൾ, ഷോപ്പുകൾ, ആരാധനാലയങ്ങൾ, ഫാക്ടറികൾ, ഡിസ്പ്ലേ സെന്ററുകൾ, ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു. ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്, രാജകുമാരി. CR ആർക്കേഡ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കുമളി റോഡ്, കമ്പം. ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ്, തേനി.